ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ ലോക നന്മയ്ക്ക് നിലകൊള്ളുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ആഗോള സമൂഹത്തിന് ആശ്വാസമായി ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ നിലവിൽ വന്നു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയ്ക്ക് വിട നൽകാൻ ജന്മനാട്. സംസ്കാരം ഇന്ന് വൈകിട്ട് പുല്ലാട്ടെ വീട്ടുവളപ്പിൽ. സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാൻശു ശുക്ല ഉൾപ്പെട്ട ദൌത്യം ആക്സിയം 4 നാളെ വിക്ഷേപിക്കുമെന്ന് നാസ. വാർത്തകൾ വിശദമായി. ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള നവോത്ഥാന നായകന്മാരുടെ ദർശനങ്ങളാണ് ലോക നന്മയ്ക്ക് ആധാരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷങ്ങൾ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. आप सभी जानते हैं श्री नारायण गुरु का मंत्र था ओरु जाति ओरु मतम ओरु देवम मनुष्यनु. पूरी मानवता की एकता, जीव मात्र की एकता, ये विचार भारत की जीवन संस्कृति का मूल है, उसका आधार है. श्री नारायण गुरु ने एक ऐसे समाज की परिकल्पना की थी जो भेदभाव से मुक्त हो. ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ആശയങ്ങൾ പിന്തുടർന്നതിനാലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിപ്പുണ്ടായതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്യുന്ന അവസരത്തില് അതിന് സാമൂഹികമായിട്ടുള്ള ലക്ഷ്യമുണ്ടാകണം എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. ഗുരുദേവനെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമ്മളെ പഠിപ്പിച്ചതുകൊണ്ടാണ് 1950 കേരളത്തിൽ 55% സാക്ഷരതയുണ്ടായിരുന്നു. അവിടെ നിന്നാണ് വിദ്യാഭ്യാസത്തിന്റെ കുതിപ്പ് തുടങ്ങുന്നത്. പാർലമെന്റ് അംഗം അടൂർ പ്രകാശ്, ശിവഗിരി മഠത്തിലെ സന്യാസിമാർ, ആത്മീയ നേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 1925 മാർച്ച് 12 മഹാത്മാഗാന്ധി ശിവഗിരി മഠം സന്ദർശിച്ച വേളയിലാണ് ശ്രീനാരായണ ഗുരുവുമായുള്ള ചരിത്രപരമായ സംഭാഷണം നടന്നത്. വൈക്കം സത്യാഗ്രഹം, അഹിംസ, അയിത്തം നിർത്തലാക്കൽ, അധസ്ഥിതരുടെ ഉന്നമനം എന്നീ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തിരുന്നു. ആഗോള സമൂഹത്തിന് ആശ്വാസമായി ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ നിലവിൽ വന്നു. വെടിനിർത്തൽ കൊണ്ടുവന്നതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളത്തെ ലക്ഷ്യം വെച്ച് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് വെടിനിർത്തൽ നിലവിൽ വന്നത്. ഇറാൻ ആക്രമണത്തെ തുടർന്ന് വിവിധ വ്യോമപാതകൾ അടച്ചതോടെ ഇന്ത്യയിൽ നിന്നുള്ള നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കുകയും വൈകുകയും ചെയ്തു. സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും വിമാന കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു പറഞ്ഞു. അതേസമയം വിമാന സർവീസുകളിലെ മാറ്റം യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. പ്രധാനമായും ലണ്ടൻ, ദുബായ്, ബഹ്റിൻ, അബുദാബി, ഷാർജ, സിംഗപ്പൂർ തുടങ്ങിയ അന്താരാഷ്ട്ര സർവീസുകളെയാണ് ബാധിച്ചത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കണ്ണൂർ, കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകളിൽ മാറ്റമുള്ളതിനാൽ യാത്രക്കാർ അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിത ഗോപകുമാരൻ നായരുടെ സംസ്കാരം ഇന്ന് നടക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രാവിലെ എത്തിച്ച മൃതദേഹത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. രഞ്ജിത പഠിച്ച പത്തനംതിട്ട പുല്ലാട്ട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. മന്ത്രി VN വാസവൻ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ നടക്കും. പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡിന്റെ 1 വർഷം നീളുന്ന സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി P രാജീവ് ഇന്ന് നിർവഹിക്കും. ചേർത്തലയിലെ സിൽക്ക് സ്റ്റീൽ ഫാബ്രിക്കേഷൻ യൂണിറ്റിൽ വൈകിട്ടാണ് പരിപാടി. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിക്കും. 1975 സംസ്ഥാന സർക്കാർ തുടക്കമിട്ട സ്ഥാപനമാണ് സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികളുമായി സഹകരിച്ചാണ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭാ ചട്ടങ്ങളുടെ മലയാള പരിഭാഷയുടെ 1ാം വാല്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിലായിരുന്നു പ്രകാശന ചടങ്ങ്. ഇതിന് മുന്നോടിയായി നിയമസഭാ മ്യൂസിയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രദർശനം സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ഇന്നലെയാണ് VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ലഭിക്കുന്ന വിവരം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട SBI വഴിയുള്ള PRS വായ്പാ വിതരണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി GR അനിൽ. പലിശ സംബന്ധിച്ച് ധാരണയാകാത്തതിനാലാണ് കരാർ പുതുക്കൽ വൈകിയതെന്ന് അദ്ദേഹം പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ഏപ്രിൽ 25 വരെ PRS നൽകിയ കർഷകർക്ക് വായ്പ നൽകാൻ കഴിയുന്ന രീതിയിൽ മുൻകാല വായ്പാ തിരിച്ചടവ് സപ്ലൈകോ കാനറ ബാങ്കിൽ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യൻ സഞ്ചാരി ശുഭാൻശു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ ദൌത്യം ആക്സിയം 4 നാളെ വിക്ഷേപിക്കുമെന്ന് നാസ. നാളെ ഉച്ചയ്ക്ക് 12:01 നാസയുടെ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപണം ഉണ്ടാകുമെന്നാണ് വിവരം. മെയ് 29 ആരംഭിക്കാനിരുന്ന ദൌത്യം സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെക്കുകയായിരുന്നു. രാജ്യം നാളെ സംവിധാൻ ഹത്യ ദിവസ് അഥവാ ഭരണഘടനാ ഹത്യ ദിവസ് ആചരിക്കും. 1975 ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ സ്മരണാർത്ഥമാണ് സംവിധാൻ ഹത്യ ദിവസ് ആചരിക്കുന്നത്. അടിയന്തരാവസ്ഥ മൂലം കഷ്ടത നേരിടേണ്ടി വന്നവർക്കുള്ള ആദരവ് കൂടിയാണ് ദിനാചരണം. ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ ഇനി കറുത്ത പുന്നുവിളയും. കുരുമുളക് കൃഷിയിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യവുമായി കുരുമുളക് ഗ്രാമം പദ്ധതിക്ക് ഇവിടെ തുടക്കമായി. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരു കുടുംബത്തിന് ആവശ്യമായ കുരുമുളക് വീട്ടുവളപ്പിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനായി ഒരു വീടിന് 8 കുരുമുളക് ചെടികളാണ് ഗ്രാമപഞ്ചായത്ത് നൽകുന്നത്. ഇത്തരത്തിൽ 9,000-ലധികം വരുന്ന കുടുംബങ്ങളിൽ സൗജന്യമായി കുരുമുളക് തൈകൾ അയൽക്കൂട്ടങ്ങൾ വഴി എത്തിക്കും. പരിചരണം അധികം ആവശ്യമില്ലാത്ത ഗുണമേന്മയുള്ള തൈകളാണ് നൽകുന്നത്. തൈകൾ നടുന്നത് ജൂലൈ 4 പൂർത്തിയാക്കാനാണ് തീരുമാനം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ സവിശേഷ ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലി ഇന്ന്. 4 ആരാധനകളിൽ അവസാനത്തേതായ രോഹിണി ആരാധനയും ഇന്നാണ്. ഈ മാസം 30 വരെ ആണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. ജൂലൈ 4 തൃക്കലശാട്ടത്തോടെ വൈശാഖ മഹോത്സവം സമാപിക്കും. കൊട്ടിയൂരിലെത്തുന്ന വാഹനങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതായി കണ്ടെത്തിയാൽ പിഴ ചുമത്തുമെന്ന് കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ഇത് സംബന്ധിച്ച പരാതികൾ 9446700800 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് പൊതുജനങ്ങൾക്ക് അയക്കാവുന്നതാണ്. പിഴയുടെ 25% പരാതി അയക്കുന്നവർക്ക് പാരിതോഷികമായി നൽകും. തിരുവല്ല കടപ്ര പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPIM മുതിർന്ന നേതാവുമായിരുന്ന ലോപ്പസ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 11 പരുമല സെന്റ് ഫ്രാൻസിസ് ചർച്ച് സെമിത്തേരിയിൽ. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1053 പോയിന്റ് ഉയർന്ന് 82,950-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 319 പോയിന്റ് നേട്ടത്തിൽ 25,287-ലും വ്യാപാരം തുടരുന്നു. അതേസമയം സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 600 രൂപ താഴ്ന്ന് 73,240 രൂപയും ഗ്രാമിന് 9,155 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാന ജൂനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് നാളെ കണ്ണൂരിൽ തുടക്കമാകും. ജൂലൈ 1 വരെ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ 14 ജില്ലകളിൽ നിന്നുള്ള ടീമുകളും പങ്കെടുക്കും. നാളെ കാസർഗോഡും കോട്ടയവും ഏറ്റുമുട്ടും. തൃശൂർ കുന്നംകുളം നഗരസഭയിൽ സ്പോർട്സ് ആയുർവേദ പദ്ധതിയുടെ ഭാഗമായുള്ള OPക്ക് തുടക്കമായി. ദേശീയ ആയുഷ് മിഷന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും നേതൃത്വത്തിൽ നടന്നുവരുന്ന സ്പോർട്സ് ആയുർവേദ പദ്ധതി കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം. എല്ലാ ബുധനാഴ്ചകളിലും കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൌണ്ടിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് പ്രവർത്തന സമയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 29 രാവിലെ 11. പരിപാടിയുടെ 123-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. തുടർന്ന് മലയാള പരിഭാഷയും കേൾക്കാം. പരിപാടിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും ഈ മാസം 27 വരെ അറിയിക്കാവുന്നതാണ്. ഇഗ്നോ ബിരുദത്തിന് തുല്യതാ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് കേരള ഹൈക്കോടതി. സെറ്റ് പരീക്ഷയുടെ ഭാഗമായി ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനിൽ നിന്നും തുല്യതാ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട LBS സെന്റർ ഫോർ സയൻസിന്റെ തീരുമാനം ചോദ്യം ചെയ്തുള്ള റിട്ട് ഹർജിയിലാണ് ഉത്തരവ്. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ ലോക നന്മയ്ക്ക് നിലകൊള്ളുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ആഗോള സമൂഹത്തിന് ആശ്വാസമായി ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ നിലവിൽ വന്നു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയ്ക്ക് വിട നൽകാൻ ജന്മനാട്. സംസ്കാരം ഇന്ന് വൈകിട്ട് പുല്ലാട്ടെ വീട്ടുവളപ്പിൽ. സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാൻശു ശുക്ല ഉൾപ്പെട്ട ദൌത്യം ആക്സിയം 4 നാളെ വിക്ഷേപിക്കുമെന്ന് നാസ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.